ഹലോ SLC മക്കളെ, നിങ്ങളുടെ മാത്സ് എക്സാമിന് എന്താണ് പഠിച്ചുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്കാ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മിസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ എക്സാമിന് ഉറപ്പായി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞു തരാം, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം 10 അവർ ലൈവിൽ മൊത്തം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാൻ മറക്കാണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയാത്തുണ്ടെങ്കിൽ. പിന്നെ മക്കളെ, എക്സാമിൻ്റെ തലേ നിങ്ങൾക്ക് 72 മാർക്സ് ഉറപ്പാനുള്ള മാരത്തോൺ ഉണ്ട്, അത് കാണാനും മറക്കരുത്. ഇതിലെ കുറേ ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യും. വേറെ ടൈപ്പും പുതിയ നാളെ വരാൻ പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മോർണിംഗ് ബൂസ്റ്റർ കാണാൻ മറക്കണ്ട. ഓക്കെ മക്കളെ, പിന്നെ ഒരു 6 ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീഡിയോ വന്നിട്ടുണ്ട്, അത് കാണാൻ മറക്കണ്ട. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങൾ SCRT എന്ന മോഡൽ പേപ്പറും ഈ പ്രാവശ്യത്തെ മോഡലും ക്രിസ്മസും ഫൈനലും, മോഡൽ ക്രിസ്മസും ഓണവും അതിന് ആൻസർക്ക് വെച്ചിട്ടുള്ള PDF ആണ്. ചാപ്റ്റർ വൈസ് ആണ്. പോയി അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഓക്കെ, വെയിറ്റേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി എല്ലാ ചാപ്റ്ററും ഉറപ്പായിട്ട് വരും. നിങ്ങൾ എന്താണല്ലോ അറിയിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ക്വസ്റ്റ്യനും കാണിച്ചൊരു എക്സാമ്പിളായിട്ട്. ഓക്കെ, പിന്നെ മക്കളെ, +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് 20th വരെയാണെങ്കിൽ ഫീ നല്ല റിഡക്ഷൻ ഉണ്ട്. മാർച്ച് 20 വരെയുള്ള ഓഫർ ഫീ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിന് 2 ചോദ്യം വരും, ഉറപ്പാണ്, ഒരു സംശയമില്ല. പിന്നെ മക്കളെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താക്കിയാൽ മക്കളെ, ഒരു ടേബിൾ ക്വസ്റ്റ്യൻ വരും. അതിൽ ഓഡ് ആൾക്കാരാണ് ഉണ്ടാവുക. മക്കളെ, നമ്മളിതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് വരിക? ഫസ്റ്റ് തന്നെ നിങ്ങളോട് മീഡിയൻ ആൾ, ഓക്കെ, എത്രാമത്തെ ആളാണ് മീഡിയൻ എന്ന് കണ്ടുപിടിക്കുക വരും. 49 ആണെങ്കിൽ അതിൻ്റെ പകുതി 50, 20, 25 വരും. ആ മീഡിയൻ ക്ലാസ് വരുന്നതിൻ്റെ ഫസ്റ്റ് ആളെ കണ്ടുപിടിക്കാൻ പറയും. അത് 22. ഓക്കെ, അപ്പോൾ CF ഉണ്ടാക്കുക, കണ്ടുപിടിക്കുക. ഷോർട്ട് കട്ട് ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ട്, ലൈവ് പോയി നോക്കുക. പിന്നെ ഇതും തരും. ഓക്കെ, പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. 8 ആൾക്കാർ, ഈവൺ ആൾക്കാരുടെയും പഠിച്ചു പോവാം, ഓഡ് ആൾക്കാരെയും പഠിച്ചു പോവാം. ഈ 2 ക്വസ്റ്റ്യനും ടേബിളും പഠിച്ചാൽ ഈ ചാപ്റ്റർ സെറ്റ്. ഇതിന് അപ്പുറം ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോളിഡ്സിൽ എന്താണ് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് 4 ഷേപ്പ് ഉണ്ടെന്ന് അറിയാം. സ്ക്വയർ പിരമിഡ്, കോണ്, ഇത് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് ഇവൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരെ. സെക്കൻഡ് ഇവനാണ്. തേർഡ് സ്ഫിയർ, ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടാളുള്ള ക്വസ്റ്റ്യൻസ് 2 വെച്ചിട്ടുണ്ട്. ഈ സാമ്പിളിലുള്ള പഠിക്കുക, ഫോർമുലാസ് ഒക്കെ വെച്ചിട്ട് എന്താണെങ്കിലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, ആൻസറും വെച്ചിട്ടുണ്ട്. പിന്നെ സ്ഫിയറും കൂടി പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു. ഈ ടൈപ്പ് നല്ല പോപ്പുലറാണ്. ജോമെട്രി ആൻഡ് ആൽജിബ്ര, കോർഡിനേറ്റ്സിൽ ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്താ? റേഷ്യോ. ഓക്കെ, റേഷ്യോയിൽ എത്ര മുറിക്കുന്ന ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് ഫോർമുല അറിയാത്തൊരു കുട്ടി ഉണ്ടാവരുത്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ബേസിക്കലി എന്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിരിക്കും, 1 മാർക്ക് വരുന്നതായിരിക്കും. ഇനി സ്ലോപ്പിൻ്റെ ക്വസ്റ്റ്യൻ, y2 - y1, y മേലെ x താഴെ എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണെങ്കിലും വരും. സർക്കിളിൻ്റെ ഡയഗ്രാമോ വെച്ചിട്ട് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് റേഡിയസ് കണ്ടുപിടിക്കാനോ സെൻട്രലാണോ കണ്ടുപിടിക്കാനോ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ, പിന്നെ ഈ പാരലോഗ്രാം ക്വസ്റ്റ്യൻസ് കോർഡിനേറ്റ്സ് എന്ന് ഉറപ്പാണ്. ഓക്കെ, സർക്കിൾസ് ആൻഡ് ആംഗിൾ, സർക്കിൾസ് ആൻഡ് ലൈൻ, ഇതിൽ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ഉറപ്പാണ് മക്കളെ. ഓക്കെ, സ്ക്വയർ, നമ്മുടെ സ്ക്വയർ ആൻഡ് റെക്ടാംഗിൾ ഓഫ് സെയിം ഏരിയ ഇതാ. സ്ക്വയർ ആൻഡ് റെക്ടാംഗിൾ ഓഫ് സെയിം ഏരിയ, അല്ലെങ്കിൽ റെക്ടാംഗിൾ ആൻഡ് റെക്ടാംഗിൾ ഓഫ് സെയിം ഏരിയ, അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കാൻ പറയും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഡബിൾ ആംഗിൾ, പകുതി ആംഗിൾ, ആ ക്വസ്റ്റ്യൻ വരയ്ക്കാൻ വരുന്ന ക്വസ്റ്റ്യൻ എന്താണല്ലോ ഉറപ്പാണ്. അതുപോലാതെ വരുന്ന എന്താണ്? ഇങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഡയഗ്രാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആംഗിൾ കണ്ടുപിടിക്കുന്ന ഡയഗ്രാം ക്വസ്റ്റ്യൻ, ഇത് രണ്ടും നമ്മൾ ഇന്നലത്തെ ലൈവിൽ ഫുൾ ഡിസ്കസ് ചെയ്താണ്. പിന്നെ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ. പോളിനോമിയൽസ് ഇക്വേഷൻസിന് മക്കളെ, X ആക്സിസിനെ കട്ട് ചെയ്യുന്നത്, X ആക്സിസ് കട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ. X ആക്സിസ് എന്ന് പറഞ്ഞാൽ y0, Y ആക്സിസ് എന്ന് പറഞ്ഞാൽ x0. ഓക്കെ, X ആക്സിസിനെ കട്ട് ചെയ്യുന്ന y0. സാർ ക്വസ്റ്റ്യനിൽ y ഇല്ല. Y എന്ന് പറഞ്ഞാൽ മൊത്തം പോളിനോമിയൽ, P(x) 0 ആക്കുക. ഓക്കെ, P(x) 0 ആക്കുക. പിന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല പഠിക്കാതെ പോകരുത്. ഓക്കെ, ഉണ്ടോ? X ആക്സിസിനെ കട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉറപ്പാണ് X ആക്സിസ്. പിന്നെ സെക്കൻഡ് ഡിഗ്രിയിൽ നമ്മുടെ പെരിമീറ്റർ ക്വസ്റ്റ്യൻ വരാം. ട്രയാങ്കിളിൻ്റെ സൈഡ് ഇത് X, ഇത് 4 സെൻറ്റിമീറ്റർ കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം. ടാൻജൻസിൽ ഡയഗ്രാമും കൺസ്ട്രക്ഷനും. മക്കളെ, ടാൻജൻറ്റ് വെറുതെ ഒരു സ്ഥലത്ത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കണം. ഓക്കെ, ഇൻസർക്കിൾ പഠിക്കണം. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടായിരിക്കും ഇൻസർക്കിൾ, അല്ലെങ്കിൽ സർക്കിൾ തന്നിട്ട് ട്രയാങ്കിൾ ആയിരിക്കും. 2 മെത്തേഡും പഠിക്കണം. കൺസ്ട്രക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഏറ്റവും പോപ്പുലർ കൺസ്ട്രക്ഷൻ എന്താ അറിയാം? സർക്കിൾ വരയ്ക്കുക, 7 സെൻറ്റിമീറ്റർ പുറത്തുനിന്ന് 2 ടാൻജൻറ്റ് വരയ്ക്കുക. അതെങ്ങനെയാണ്? ഇത് രണ്ടും കണക്ട് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക, ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റാണ്. ഈ 3 കൺസ്ട്രക്ഷൻ പഠിച്ചേ പോകാൻ പാടുള്ളൂ. 1, 2, ഇതിൽ 2 ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉണ്ട്. 4. ഓക്കെ, ഇവിടെ 2 ഉണ്ട്. സർക്കിൾ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, റേഡിയസ് ഇല്ലാത്തതുണ്ട്. റേഡിയസ് ഇല്ലാത്തത് ടഫാണ്, പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ലൈവിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ R = A/S ഫോർമുല എന്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹെറോൺസ് ഫോർമുലയും പഠിക്കാൻ മറക്കണ്ട. ഓക്കെ, ഇതുണ്ട് R = A/S ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതാണ് മക്കളെ ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് വെച്ചിട്ട് സർക്കിൾ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ്. അതാണ് ഇവിടെ തന്നത്. ചിലപ്പോൾ സർക്കിൾ തന്നിട്ട് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി സിമ്പിളാണ്.
ഓക്കെ, സർക്കിൾ ആദ്യം തന്നാൽ പണി സിമ്പിളാണ്. ട്രിഗ്നോമെട്രിയിൽ ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മേലേക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഡിപ്രഷൻ ക്വസ്റ്റ്യൻ ഒരു ബിൽഡിങ്ങിനെ മണ്ടയ്ക്കുന്ന താഴേക്ക് നോക്കുന്നതായിരിക്കും. കുറേ ആൾക്കാർ മിസ്റ്റേക്ക് വരുത്തി ഇവിടെയാണ് ഈ ഡിപ്രഷൻ. അല്ല, ഇതല്ല. ഇയാൾ നേരെ നോക്കുന്നതിന് പകരം ഇത് നോക്കും. ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ കേട്ടോ, അത് തെറ്റിക്കരുത്. ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ ഉറപ്പാണ്. പിന്നെ മക്കളെ 30-50, 30-60-90, 45-45-90 പഠിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ തന്നിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്ത് പഠിച്ചാൽ തന്നെ എല്ലാം സെറ്റാണ്. 30-60-90ക്ക് വേറെ ടേബിൾ തന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ പാരലോഗ്രാമോ അല്ലെങ്കിൽ ട്രയാങ്കിളോ ഏരിയ കണ്ടുപിടിക്കാൻ വരും. സൈനോ കോസോ ടാനോ ഉപയോഗിച്ചിട്ട്. ഓക്കെ, പൊതുവെ ഇവിടെ സൈൻ ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ക്വസ്റ്റിൻ്റെ നമുക്ക് അറിയുന്ന സൈഡിനനുസരിച്ച്. ഓക്കെ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഉണ്ടാക്കുക, കണ്ടുപിടിക്കുക. അത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈൻ 50. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഉണ്ടാക്കുക സൈൻ 45. ഇവിടെ പെർപെൻഡിക്കുലർ ഉണ്ടാക്കുക സൈൻ 50. അപ്പോൾ എച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരും. പിന്നെ ഇത് എലിവേഷൻ ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വരയ്ക്കുക. പിന്നെ ഉറപ്പായിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഏറ്റവും കൂടുതൽ ബെറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഇവിടുന്ന് ഒരാൾ ഒരു മരം കണ്ടു, റിവറിൻ്റെ അറ്റത്തുനിന്ന് അയാൾ 10 മീറ്റർ പുറകിലേക്ക് പോയി. അങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുക? ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ടാവും 30. ഓക്കെ, ഇവിടെ 60 തന്നു. ഈ ആംഗിൾ കണ്ടുപിടിക്കുക 120. അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഇതും ഈക്വൽ. ഇവിടെ ഈ 12 മീറ്റർ പുറകിലേക്ക് വന്നാൽ ഇതും 12 മീറ്റർ. ഇനി പണി സിമ്പിളായി. ഓക്കെ, ഇതാ ഇവിടെ 3, ഇവിടെ 6 മീറ്റർ, ഇവിടെ 6√3 മീറ്റർ. അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇയാളുടെ തലമണ്ടേൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഇയാളുടെ ഹൈറ്റ് ഇതാ 1.5 മീറ്റർ ഉണ്ടെങ്കിൽ 1.5 മീറ്റർ ഈ ട്രീനോ ഇങ്ങനെ മേലേന്ന് താഴേക്ക് നോക്കുന്നതിന് കൂട്ടാൻ മറക്കരുത്. ഓക്കെ, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ ഡയഗ്രാം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു പെയർ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും എന്താണ്? ഹൗ മെനി പെയർസ് ആർ പോസിബിൾ? നമ്മൾ ആദ്യത്തെ പെട്ടിയിൽ 4 ആൾക്കാരുണ്ട്, രണ്ടാമത്തെ പെട്ടിയിൽ 3 ഉണ്ട്. 3 × 4 ടോട്ടൽ ഓഫ് ഫസ്റ്റിൻ്റെ ടോട്ടൽ ഓഫ് സെക്കൻഡ് ആണ് പെയർ. അത് എന്താണെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച്. അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സാണ്. ഇതിൽ എന്താണെന്ന് ചോദിക്കുന്നത് എന്താണ്? സമ്മ്. ഓക്കെ, സമ്മിൻ്റെ ഫോർമുല SN = 3n² + 2n. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെങ്കിലും വരും. ഉറപ്പാണ്. അതിൽ n എത്രാമത്തെ ആണെന്ന് ചോദിക്കും. ഇത് സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഫോർമുല. ഒന്നെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല നമ്മുടെ x = -b ± √b² - 4ac, അത് വെച്ച് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ, വർഗത്തേക്ക് വെച്ച് സോൾവ് ചെയ്യാം. പിന്നെ മക്കളെ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ചോദിച്ചു. എന്നിട്ട് സെക്കൻഡ് ടേം ചോദിക്കും. അടുക്കത്തതാ പിന്നെ മിഡിൽ ടേം. ഈ മിഡിൽ ടേം ഫോർമുല ഇല്ലേ, അത് വെച്ചിട്ട് ഒരു ചോദ്യം വരും. സമ്മും മിഡിൽ ടേം വെച്ചിട്ടുള്ള ഫോർമുല. അതേപോലെ പെയർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പെയർ സം ഓഫ് മക്കളെ നോക്കിയേ 30 ടേമും ഫസ്റ്റ് ടേമും സമ്മ് 60 ഉണ്ടോ. ഇത് പെയർ ചോദ്യം. 30 1 ആഡ് ചെയ്ത് കിട്ടും. അടുത്ത ചോദിച്ചാൽ എന്താ? സെക്കൻഡും 29th ടേം കണ്ടോ. ഇവർ പെയർ ചോദ്യം ഉറപ്പിച്ചു. നിങ്ങളൊരു ഹാർട്ട് ഇട്ട് വെച്ചോ, അതും വരും. പാറ്റേൺ വെച്ചിട്ടുള്ള പെയർ ചോദ്യം. ഇത്രയും ചോദ്യങ്ങൾ ഓക്കെ കണ്ടല്ലോ. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കരുതെന്നുള്ള ഇത്രയും ചോദ്യങ്ങൾ പക്ക ഉറപ്പാണ്. ഇത്രയും കാലങ്ങളിലെ പാറ്റേൺസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങളുടെ മോഡലും എല്ലാം കണ്ടിട്ട് മനസ്സിലാക്കി വെച്ചതാണ്. അപ്പോൾ ഇതെന്താണെങ്കിലും പഠിക്കാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസത്തെ 10 മണിക്കൂർ ലൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലത്തെ ലൈവ് വന്ന് കാണാം. അടിപൊളിയായിട്ട് പഠിക്കാം. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണം ഇവിടെയുണ്ട്. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് +1 കാണാം. 10ാം ക്ലാസ് അടിപൊളി മാർക്ക് മേടിച്ചിട്ട് അഗ്നി ബാച്ചിൽ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് രാത്രി കാണാം ലൈവിൽ. അപ്പോൾ ടേക്ക് കെയർ.